Hello everyone, it's me Faiz. I'm from AIMS Nagpur. I'm your physics faculty. So today I'm gonna continue our chapter of discussion, chapter number 9, mechanical properties of fluids. Okay, we have already taken രണ്ട് ക്ലാസ്. ഓക്കെ, രണ്ട് ക്ലാസ് ഞാനത് ഓൾറെഡി എടുത്തു, രണ്ട് സെഷൻ ഓൾറെഡി എടുത്തു. ഇത് മൂന്നാമത്തെ സെഷനാണ്. ഓക്കെ, സോ ഫസ്റ്റ് സെഷനിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? ഇൻട്രൊഡക്ടറി പാർട്ട് കണ്ടു, നമ്മൾ പ്രഷർ, ഓക്കെ, പ്രഷറിനെ പറ്റി പഠിച്ചു. ദെൻ സ്ട്രീം ലൈൻ ഫ്ലോ, ഇന്നലത്തെ ക്ലാസ്സിൽ സ്ട്രീം ലൈൻ ഫ്ലോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ കൂടി പഠിച്ചു. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇന്ന് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷൻ നോക്കാനുണ്ട്. ഓക്കെ, യെസ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ലെറ്റ്സ് ഡിസ്കസ് ഡെറിവേഷൻ ഓഫ് Bernoulli's principle or Bernoulli's theorem. Okay, Bernoulli's theorem. Correct? Yes. So Bernoulli's theorem simply saying when a non-viscous fluid should be non-viscous and incompressible. Okay, it should be incompressible fluid flows in a streamlined motion. There is no turbulent motion. Okay, it should be streamlined motion. In a streamlined motion from one place to another, in a container, then Bernoulli's theorem saying then the total energy of the fluid per unit volume is constant at every point of its path. See, when a non-viscous and incompressible fluid flows in a streamlined motion from one place to another in a container, then the total energy of the fluid per unit volume is a constant at every point of its path. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ, that means total energy per unit volume is a constant. That is total energy എന്ന് പറയുമ്പോൾ എന്തൊക്കെ എനർജി കാണും? ടോട്ടൽ എനർജി നമുക്ക് പ്രഷർ എനർജി കാണും. കറക്റ്റ്, പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. സോ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഈ മൂന്നിന്റെയും സമ്മാണ് എന്ത്? ടോട്ടൽ എനർജി. ഓക്കെ, ഇനി ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് എ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ ടോട്ടൽ എനർജി, പ്രഷർ എനർജി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? പ്രഷർ എനർജി എന്ന് പറയുമ്പോൾ പ്രഷർ എനർജി ഇസ് വാട്ട്? പ്രഷർ ഇൻറ്റു വോളിയം പ്ലസ് കൈനറ്റിക് എനർജിയോ ഹാഫ് മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. കറക്റ്റ്, സിമ്പിൾ ഓൺലി. What is potential energy? mgh. Simple. Okay, നെക്സ്റ്റ് എന്താ എടുക്കുന്നത് നമ്മൾ? ടോട്ടൽ എനർജി പെർ വോളിയം, per unit volume, that is a constant according to Bernoulli's principle. So we can write that. So P plus mass by volume density ആകും half rho velocity square plus rho gh. That is, this is the total energy per unit volume. Correct? Simple, correct? Yes. So this the total energy per unit volume, that is pressure energy per unit volume, kinetic energy per unit volume, potential energy per unit volume will be a constant. ഇനി രണ്ട് ഡിഫറെന്റ് സിറ്റുവേഷൻ ആയിരിക്കുമ്പോഴോ, അതായത് നോക്കിക്കോ, ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലോ, if a liquid of density rho, pressure P1 at a height
H1, which flows with velocity V1 to another point in streamline motion, where another point ഉണ്ടല്ലോ, ആ പോയിന്റിൽ where the liquid has pressure P2 at height H2, which flows with velocity V2. ഓക്കെ, ഇങ്ങനൊരു കേസ് ആണെങ്കിലോ, രണ്ട് സെപ്പറേറ്റ് പോയിന്റ്സ്, ഇങ്ങനൊരു കേസ് ആണെങ്കിൽ നമുക്ക് എടുക്കാം P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 is equal to P2 plus half rho V2 square plus rho GH2. Correct? Simple? Yes. That's all. Okay. അപ്പൊ നമ്മൾ ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ കണ്ടപ്പോൾ നമ്മൾ മെയിൻലി എന്തുണ്ട്, 3 എനർജീസ് കണ്ടു. ആരൊക്കെയാണ് 3 എനർജീസ്? ഒന്നാമത്തതായിരുന്നു പ്രഷർ എനർജി. കറക്റ്റ്? ഫസ്റ്റ് ആണ് പ്രഷർ എനർജി. ഓക്കെ, എന്താണ് പ്രഷർ എനർജി? ഇനി രണ്ടാമത് എന്ത് കണ്ടു നമ്മള്? കൈനറ്റിക് എനർജി കണ്ടു. രണ്ടാമത് നമ്മൾ കണ്ടു കൈനറ്റിക് എനർജി. കറക്റ്റ്? ഇനി മൂന്നാമത് എന്ത് കണ്ടു നമ്മള്? പൊട്ടൻഷ്യൽ എനർജി കണ്ടു. കറക്റ്റ്? കൈനറ്റിക് എനർജി കണ്ടു, പൊട്ടൻഷ്യൽ എനർജി കണ്ടു, പിന്നെ എന്ത് കൂടി കണ്ടു? പ്രഷർ എനർജി കൂടി കണ്ടു. ഓക്കെ, പ്രഷർ എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? P. പ്രഷർ എനർജി എല്ലാ യൂണിറ്റ് വോളിയത്തിലാണ്, പെർ യൂണിറ്റ് വോളിയം. കറക്റ്റ്? പെർ യൂണിറ്റ് വോളിയം. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾസോ പെർ യൂണിറ്റ് വോളിയം. സോ കൈനറ്റിക് എനർജി എത്രയായിരുന്നു? ഹാഫ് ഡെൻസിറ്റി വെലോസിറ്റി സ്ക്വയർ. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം റോ GH. ഡെൻസിറ്റി ഇൻറ്റു acceleration due to gravity into height h. കറക്റ്റ്? നമ്മൾ എന്ത് കണ്ടു? ഇതാണ് നമ്മളിപ്പോ കണ്ടത്. എന്ത്? യെസ്, ദാറ്റ് ഈസ് ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം. കറക്റ്റ്? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എന്ത് നമുക്ക് ഇങ്ങനെ പറയാം, ഇങ്ങനെ P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH is a constant. കറക്റ്റ്? is a constant. ഞാൻ ഈക്വേഷൻ എന്താണ്? GH റോ G കൊണ്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? റോ G ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എന്ത് കിട്ടും എനിക്ക്? P ബൈ റോ G പ്ലസ് V സ്ക്വയർ ബൈ 2G പ്ലസ് H is a constant. കറക്റ്റ്? ഇങ്ങനെ കിട്ടത്തില്ലേ? ഇങ്ങനെ കിട്ടും. ഇതില് ഈ P ബൈ റോ ജിക്ക് ഒരു പേരുണ്ട്, V സ്ക്വയർ ബൈ 2Gക്ക് ഒരു പേരുണ്ട്, അതുപോലെ Hനും ഒരു പേരുണ്ട്. ഓക്കെ, P ബൈ റോ ജിനെ എന്താ വിളിക്കുന്നത് അറിയാവോ? P ബൈ റോ ജിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ ഹെഡ്. P ബൈ റോ ജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രഷർ ഹെഡ്. V സ്ക്വയർ ബൈ 2Gനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെലോസിറ്റി ഹെഡ്. V സ്ക്വയർ ബൈ 2Gനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഹെഡ്. ഈ Hനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഹെഡ്. കറക്റ്റ്? ഗ്രാവിറ്റേഷണൽ ഹെഡ്. എന്താണ് പ്രഷർ ഹെഡ്? P ബൈ റോ ജി. വെലോസിറ്റി ഹെഡോ? V സ്ക്വയർ ബൈ 2G. ഗ്രാവിറ്റേഷണൽ ഹെഡോ? H. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലിക്കേഷൻ ബേസ്ഡ് ഓൺ ബെർണോളീസ് ഇക്വേഷൻ. ഓക്കെ, അതായത് ബെർണോളീസ് ഇക്വേഷൻ എന്ത് നോക്കാം? നമുക്ക് അപ്ലിക്കേഷൻസ് നോക്കാം. ഓക്കെ, അപ്ലിക്കേഷൻ based on ബെർണോളീസ് ഇക്വേഷൻ. കറക്റ്റ്? ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടതാണ് എന്ത്? വെഞ്ചുറി മീറ്റർ. കറക്റ്റ്? ആര്? വെഞ്ചുറി മീറ്റർ. ഓക്കെ, വെഞ്ചുറി മീറ്റർ. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഏതാണ്? വെഞ്ചുറി മീറ്റർ. ഓക്കെ, so application based on Bernoulli's equation. The first one is Venturi meter. Okay, what is the function of Venturi meter?
വെഞ്ചുറിമീറ്റർ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വെഞ്ചുറിമീറ്ററിന്റെ ഫംഗ്ഷൻ മെഷർ ഫ്ലോ സ്പീഡ് ഇൻ എ പൈപ്പ്, മെഷർ ഫ്ലോ സ്പീഡ് ഇൻ എ പൈപ്പ്, മെഷർ ഫ്ലോ സ്പീഡ് ഇൻ എ പൈപ്പ്. ഇതാണ് വെഞ്ചുറിമീറ്ററിന്റെ ഫംഗ്ഷൻ. ഓക്കെ, മെഷർ ഫ്ലോ സ്പീഡ് ഇൻ എ പൈപ്പ്. നമുക്ക് ആദ്യം വെഞ്ചുറിമീറ്ററിന് എന്ത് നോക്കാം? ഫിഗർ നോക്കാം. കറക്റ്റ്. സോ വെഞ്ചുറിമീറ്റർ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ദിസ് ഈസ് വെഞ്ചുറിമീറ്റർ. ഇതാണ് വെഞ്ചുറിമീറ്ററിന്റെ ഡയഗ്രാം. ഓക്കെ, സോ വി ഹാവ് എ വൈഡർ പാർട്ട്, ദാറ്റ് ഈസ് പാർട്ട് സി. 0.1 ഇതെന്താണ്? വൈഡർ ഏരിയ ആണ്. ഈ 0.2 ഈസ് ആക്ച്വലി നാരോ ഏരിയ. കറക്റ്റ്. സോ നമുക്ക് രണ്ട് പോയിന്റിലും, വൈഡർ ഏരിയയിലും നാരോ ഏരിയയിലും നമുക്ക് എന്ത് കൊടുക്കാം? ബെർണോയിസ് ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ, സോ അവർ നെക്സ്റ്റ് ജോബ് ഈസ് സി. വി അപ്ലൈ Bernoulli's equation to the wide, that is 0.1, and narrow. Narrow is actually 0.2. Correct? Yes. നമുക്കറിയാം ഈ വൈഡർ പാർട്ടിലും നാരോ പാർട്ടിലും ഹൈറ്റ് എന്താണ്? രണ്ട് ഭാഗത്തും ഹൈറ്റ് എന്താണ്? ഹൈറ്റ് സെയിം ആണ്. ഓക്കെ, ഹൈറ്റ് സെയിം ആണ്. യെസ്. സോ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ എങ്ങനെ എടുക്കാം? സി, P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ. ഹൈറ്റ് രണ്ട് ഭാഗത്തും സെയിം അല്ലേ? സോ അത് എടുക്കേണ്ട ആവശ്യമില്ല. P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ which is equal to P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. Okay. And we know from equation of continuity, 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 we can write A1 V1 equal to A2 V2. A1 V1 equal to A2 V2. Correct. So equation നമുക്ക് എന്ത് എഴുതാം? V2 is equal to A1 V1 divided by A2. A1 V1 divided by A2. Correct. സോ നമുക്ക് V2 ന്റെ ഈക്വേഷൻ എന്ത് ചെയ്യാം? മുകളിലത്തെ ഫോർമുലയൊക്കെ കൊടുക്കാം. സോ എനിക്ക് എങ്ങനെ കിട്ടും? P1 minus P2 is equal to half row V2 square minus V1 square. കറക്റ്റ്. എനിക്ക് എങ്ങനെ എഴുതാം? റോ ബൈ 2. V2 എങ്ങനെ മാറ്റി? A1 സ്ക്വയർ V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ A2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. സോ V1 സ്ക്വയർ എനിക്ക് പുറത്തെടുക്കാം. കറക്റ്റ്. സോ P1 മൈനസ് P2 ഈക്വൽ ടു റോ ബൈ 2 V1 സ്ക്വയർ A1 സ്ക്വയർ ബൈ A2 സ്ക്വയർ മൈനസ് 1. കറക്റ്റ്. ഇങ്ങനെ കിട്ടിയില്ലേ? നമുക്ക് V1, അതായത് ഇതിലൂടെ പോകുന്ന ഫ്ലൂയിഡ്സിന്റെ ഫ്ലോ വെലോസിറ്റിയിലെ കാണേണ്ടത്, ദാറ്റ് ഈസ് നമുക്ക് V1 ആണ് കാണേണ്ടത്. സോ V1 കാണാൻ വേണ്ടി ഇക്വേഷൻ എങ്ങനെ എഴുതാം? എനിക്ക് V1 സ്ക്വയർ ഈക്വൽ ടു 2 P1 മൈനസ് P2 ബൈ റോ. കറക്റ്റ്. ഓക്കെ, ബിഫോർ ദിസ് എനിക്ക് എന്ത് പറയാൻ പറ്റും? സി, ഈ P1 മൈനസ് P2 ആക്ച്വലി എന്താണ്? ഈ P1 മൈനസ് P2 ആക്ച്വലി സി പ്രഷർ ഡിഫറൻസ് നമുക്ക് ഗോജ് പ്രഷർ HROG ആണ്. സോ P1 മൈനസ് P2 is actually HROG. സോ അത് കൊടുത്താൽ HROG ഈക്വൽ ടു റോ V1 സ്ക്വയർ ബൈ 2 A1 സ്ക്വയർ ബൈ A2 സ്ക്വയർ മൈനസ് 1. ഓക്കെ, സോ ഇങ്ങനെ മാറ്റാം. ഒരു റോ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡെൻസിറ്റി ടേം ക്യാൻസൽ ചെയ്യാം. സോ V1 സ്ക്വയർ ഈക്വൽ ടു 2HG by A1 square by A2 square minus 1. Okay, so V1 നമുക്ക് ഇക്വേഷൻ കിട്ടിയില്ലേ? V1 equal to root of 2HG divided by A1 by A2 whole square minus 1. Correct. So നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഫ്ലോ വെലോസിറ്റി മെഷർ ചെയ്യാം. V1 equal to root of 2HG or 2GH divided by A1
by a2 whole square minus 1. Okay. Yes. സോ നമ്മൾ ബെർണോളീസ് പ്രിൻസിപ്പിളിന്റെ അപ്ലിക്കേഷൻ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ടോറിസെല്ലീസ് ലോ ഇന്നലെ പറഞ്ഞാണ്. ഓക്കെ, ടോറിസെല്ലി ലോ ഇന്നലെ പറഞ്ഞാണ്. സ്പീഡ് ഓഫ് റിഫ്ലക്സ്, ദാറ്റ് ഈസ് ടോറിസെല്ലീസ് ലോ നമ്മൾ ഇന്നലെ കണ്ടു. √2gh. കറക്റ്റ്. ഓക്കെ, നമ്മൾ ഇതൊക്കെ പറഞ്ഞു. ഡൈനാമിക് ലിഫ്റ്റ് പറഞ്ഞു, ബോൾ മൂവിങ് വിത്തൗട്ട് സ്പിൻ, ബോൾ മൂവിങ് വിത്ത് സ്പിൻ, അതൊക്കെ നമ്മൾ പറഞ്ഞു പോയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? വാട്ട് ഈസ് വിസ്കോസിറ്റി? വാട്ട് ഈസ് വിസ്കോസിറ്റി? What is viscosity? What is viscosity? Yes. What is viscosity? It's very important again. Viscosity. Viscosity. Correct. Viscosity. What is viscosity? Viscosity is, see, നോക്കിക്കോളെ, when a liquid moves slowly, when a liquid moves slowly and steadily on a horizontal surface, its layer in contact with the fixed surface, in contact with the fixed surface is stationary. അല്ലേ? സ്റ്റേഷനറി ആണ്. And velocity of the layers increases with the distance from the fixed surface. ചുരുക്കി പറഞ്ഞാൽ നോക്കിക്കോ, ഇതാണ് സംഭവം. അതായത് നോക്കിക്കോ, സി, ഇതാണ് ഫിക്സഡ് സർഫസ്. ഓക്കെ, ഞാൻ 2 ലെയർ എടുക്കണം, ഫ്ലൂയിഡിന്റെ 2 ലെയർ എടുക്കണം. ഓക്കെ, ഇതൊരു ലെയർ. കറക്റ്റ്. ഈ ലെയർ ഞാൻ പേര് കൊടുത്തു AB. ഓക്കെ, ഈ ലെയർ കൊടുത്തു CD. ഇത് EF ആണ് എന്ത്? റെസ്റ്റിലുള്ളത്. ഓക്കെ, ഇത് അറ്റ് റെസ്റ്റിലാണുള്ളത്. ഓക്കെ, അറ്റ് റെസ്റ്റ്. ഓക്കെ, സിമ്പിൾ. സോ ഇതിന്ന് AB ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് x ആണ്. ഇതിന്ന് CD ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് x plus dx. ഓക്കെ, സോ ഈ AB ലെയറും CD ലെയറും, ഈ 2 ലെയറിന്റെയും വെലോസിറ്റിയിൽ ഒരു വ്യത്യാസം ഇല്ലേ? ഓക്കെ, അതിനെ നമുക്ക് വിളിക്കാം എന്ത്? dv/dx. എന്ത് വിളിക്കാം? dv/dx. ഇനി ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്? വെലോസിറ്റി ഗ്രേഡിയന്റ്. ഓക്കെ, ഇൻസൈഡ് നോക്കിക്കോ. Most of the fluids are not ideal ones and offer some resistance to motion. This resistance to fluid motion is like an internal friction analogous to friction when a solid moves on a surface. It is called viscosity. Simple. This force exists when there is relative motion between layers of the liquid. That means ഒരു ലിക്വിഡിന്റെ ഡിഫറെന്റ് ലെയേഴ്സിന് ഡിഫറെന്റ് വെലോസിറ്റി. അപ്പം ആ ലെയേഴ്സ് തമ്മിൽ എന്ത് വരും? റിലേറ്റീവ് വെലോസിറ്റി വരും. കറക്റ്റ്. ആ ലെയേഴ്സ് തമ്മിൽ എന്ത് വരുന്നുണ്ട്? റിലേറ്റീവ് മോഷൻ. ഓക്കെ, സോ കണ്ട ഡിഫറെന്റ് വെലോസിറ്റി, ഫിക്സഡ് സർഫസ് ആയിട്ട് കോണ്ടാക്ട് ഉള്ള കണ്ട വെലോസിറ്റി മിനിമം, പിന്നെ വെലോസിറ്റി കൂടി വരികയല്ലേ? യെസ്, വെലോസിറ്റി എന്ത് ചെയ്യാണ്? കൂടി വരികയാണ്. ഓക്കെ, സോ യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വിസ്കോസിറ്റി. ഓക്കെ, ഇനി അടുത്ത് നോക്കേണ്ടത് എന്താണ്? വിസ്കസ് ഫോഴ്സ്. ഓക്കെ, വിസ്കസ് ഫോഴ്സ് F. Viscous force F is given by correct. F is equal to viscous force F is equal to minus eta A dV by dx. Okay, minus eta A dV by dx. Correct. Where eta is, what is eta here?
where eta is cold. Eta is a constant. Eta is a constant that is known as coefficient of viscosity. It is known as coefficient of viscosity. It is known as coefficient of viscosity. It is known as what? Coefficient of viscosity. Simple. ഇനി നമ്മൾ നോക്കാനുള്ള എന്താണ് ഈ നെഗറ്റീവ് സൈൻ? വാട്ട് ഈസ് ദിസ് നെഗറ്റീവ് സൈൻ? Okay, this negative sign indicates that viscous force F is opposite. Viscous force F is opposite to the direction of relative velocity. To the direction of relative velocity of the layers. Simple. F is equal to minus eta a dv by dx. F is equal to minus eta a dv by dx. അതായത് ഈ വെലോസിറ്റി ഗ്രേഡിയന്റും വിസ്കസ് ഫോഴ്സും തമ്മിൽ ഒക്കെ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. കറക്റ്റ്. ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ആണ്. ഓക്കെ, സിമ്പിൾ. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി ഇവിടെ നോക്കാനുണ്ട്. എന്താണ് പോയിന്റ്? വിസ്കസ് ഫോഴ്സ് depends on velocity gradient. Viscous force depends on velocity gradient. Correct. But mechanical friction force mu n ille, mechanical friction force is independent on velocity gradient. Correct. So mechanical friction force എന്താണ്? Mechanical friction force independent on velocity gradient ആണ്. But viscous force in a fluid is depend on velocity gradient. Correct. Simple. Yeah. So next, let's see. Okay, we have a problem here. Okay, let's solve this problem. Okay. So the problem says we have a metal block of area 0.10 meter square is connected to a 0.01 kg mass via string that passes over an ideal pulley, blah blah blah. A liquid with a film thickness of 0.30 millimeter is placed between the block and the table. Correct. When released, the block moves to the right with a constant speed. Speed is also given. Find the coefficient of viscosity of the liquid. Simple. അതായത് ഈ വിസ്കസ് ഫോഴ്സ്, ഇവിടെ ഈ വിസ്കസ് ഫോഴ്സ് ആരെ ബാലൻസ് ചെയ്യാണ്? ഓക്കെ, വിസ്കസ് ഫോഴ്സ് ആരെ ബാലൻസ് ചെയ്യാണ്? ആ വെയിറ്റിനെ ബാലൻസ് ചെയ്യാണ്. വിസ്കസ് ഫോഴ്സ് ആരെ ബാലൻസ് ചെയ്യാണ്? വെയിറ്റിനെ ബാലൻസ് ചെയ്യാണ്. ഓക്കെ, സോ വിസ്കസ് ഫോഴ്സ് എന്താണ്? മൈനസ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈറ്റ ഏരിയ നമുക്ക് ജസ്റ്റ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ് എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് mg. കറക്റ്റോ? സിമ്പിൾ. നമുക്ക് എന്താണ് കാണേണ്ടത്? ഈറ്റ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് കാണേണ്ടത്. ദാറ്റ് വിൽ ബി mg ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ഡെൽറ്റ. കറക്റ്റ്. നമുക്ക് ഓരോന്നിന്റെ വാല്യൂസ് കൂടെ എഴുതാം. ഏരിയ ഈസ് ഗിവൺ 0.1. ഓക്കെ, ആൻഡ് മാസ് ഈസ് ഗിവൺ 0.01. Correct. 0.01. And film thickness, that is delta x is given. How much? 0.30 millimeter. That is 10⁻³ meter. Okay, that is also given. And speed is given. Delta v is given 0.085 meter per second. ഓക്കെ, നമുക്കിനി സോൾവ് ചെയ്ത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. സോ ഇതിന് നമുക്ക് 10⁻⁻1 എന്ന് എടുക്കാം. ഇതിന് നമുക്ക് 10⁻⁻2 എടുക്കാം. ഇതിന് നമുക്ക് 3 × 10⁻⁻4 ആക്കി എടുക്കാം.
ഇതിനെ നമുക്ക് 85 into 10⁻³ എടുക്കാം. ഓക്കെ, ഇനി ഓരോ വാല്യൂസും നമ്മൾ എന്ത് കൊടുക്കാണ്, ഈക്വേഷനിൽ കൊടുത്താൽ ഈറ്റ വിൽ ബി m is how much, 10⁻². g, that is I'm taking 10 at 10, delta x 3 into 10⁻⁻4 divided by area is how much, 10⁻⁻1, delta v is 85 into 10⁻⁻3. Okay, so let's solve this. So 10⁻⁻3, 10⁻⁻1, 10⁻⁻4. ഓക്കെ, അത് കട്ടായി. ഇനി നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യാനുണ്ട്? സോ ഇങ്ങനെ എഴുതൂടെ, ഈറ്റ ഈക്വൽ ടു 85 10 25, ഇതിലോ 1 35 7, കറക്റ്റ്. സോ ഇനി നമുക്ക് ഇങ്ങനെ എടുക്കാം, 2 into 3 6, that is actually 60/17 into 10⁻³ എടുക്കാം. ഓക്കെ, 60/17 10⁻³ എടുക്കാം. 60/17 എത്ര വരും? 4 ഇല്ല, അപ്രോക്സ് 4 പോലെ ഇല്ലില്ല, 3 point something, 3.5 something. So eta will be approximately 3 point something into 10⁻³ ഓക്കെ. NCERT നോക്കാം സൊല്യൂഷൻ. 3.46 ആണ്. ഓക്കെ, കറക്റ്റ് അല്ലേ? സോ 3.46 into 10⁻³ പാസ്കൽ സെക്കൻഡ്. സിമ്പിൾ, കറക്റ്റ് അല്ലേ? യെസ്. ഇനി നമുക്ക് കുറച്ച് ഈറ്റനെ പറ്റി കുറച്ച് പഠിക്കാം. ഓക്കെ, വാട്ട് ഈസ് ഈറ്റ? ഈറ്റ ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. What is eta? Eta is coefficient of viscosity. Eta is coefficient of viscosity. Correct. Eta is coefficient of viscosity. ഈ coefficient of viscosity ഈറ്റയുടെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ second per meter square. Newton second per meter square. And it is also called decapoise. It is also called decapoise or Pascal second or Pascal second. Okay, so we can write as 1 decapoise, which is equal to Newton second per meter square, which is equal to 1 Pascal second, which is equal to 10 poise, that is 1 decapoise. Okay, so this is very important. Very important. 1 decapoise equal to Newton second per meter square, which is equal to 1 Pascal second, which is equal to 10 poise. Correct. Okay, yes. കണ്ടോ, ഇതിൽ നമ്മൾ NCERT സൊല്യൂഷൻ കൊടുത്താണ്ടോ? NCERT നോക്ക്, പാസ്കൽ സെക്കൻഡിലാണ് യൂണിറ്റ്, ഈറ്റയുടെ യൂണിറ്റ്. സിമ്പിൾ. നമുക്ക് ഈറ്റയുടെ ഡയമെൻഷൻ നോക്കണ്ട. ഈറ്റയുടെ ഡയമെൻഷൻ നമ്മൾ എങ്ങനെയാ കാണുന്നത്? ഫോഴ്സ് ആണ്. ഈറ്റ ഏരിയ ജസ്റ്റ് ഡയമെൻഷൻ കാണാൻ വേണ്ടിയാണ്. വെലോസിറ്റി, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നിന്റെ ഡയമെൻഷൻ നോക്കാം. സോ ഈറ്റയുടെ ഡയമെൻഷൻ അല്ലേ, ഫോഴ്സ് എന്താണ്? m into a. So mLT⁻², into L by area L square, velocity LT⁻⁻1. Correct. So T⁻⁻1 ഓടെ ബാക്കി L⁻⁻1, that is mL⁻⁻1 T⁻⁻1, mL⁻⁻1. Okay, so dimensions of eta is mL⁻⁻1 T⁻⁻1, mL⁻⁻1 T⁻⁻1. Okay, simple. Okay, next let's see what is Stokes law. Okay, let's discuss about what is Stokes law. Okay, Stokes law എന്ന് പറയുമ്പോൾ actually Stokes law and terminal velocity അതാണ്. Okay, Stokes law and terminal velocity. Stokes law and terminal velocity. Stokes law and terminal velocity.
ഓക്കെ. സ്റ്റോക്സ് ലോ സി സ്റ്റോക്സ് ലോ സിംപിളി എന്താണ് പറയുന്നത്? സ്റ്റോക്സ് ലോ സിംപിളി പറയുന്നത് ഇതാണ്. എന്താണ്? എ റെസിസ്റ്റീവ് ഫോഴ്സ് എ റെസിസ്റ്റീവ് ഫോഴ്സ് എ റെസിസ്റ്റീവ് ഫോഴ്സ് എ റെസിസ്റ്റീവ് ഫോഴ്സ് that is F, that is equal to 6 pi. The resistive force is equal to 6 pi eta 6 pi 6 pi 6 pi eta RV 6 pi eta RV 6 pi eta RV. Okay, 6 pi eta RV 6 pi eta RV. Stokes law is simply saying about a resistive force that is equal to 6 pi eta. Okay, AB 6 pi eta AB. ഓരോന്ന് എന്താന്ന് നോക്കാം. 6 pi eta AV. Okay, 6 pi eta AV. 6 pi eta AV. സോ ഇനി ഓരോ നോക്കാം. 6 pi eta RV. ഈസി. യെസ്, 6 pi eta. ഇതാണ് സ്റ്റോക്സ് ലോ സിംപിളി പറയുന്നത്. ഇവിടെ ഈറ്റ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ആർ എന്താണ്? ആർ സ്ഫെറിക്കൽ ബോഡി ഓഫ് റേഡിയസ് ആർ. ഓക്കെ, സ്ഫെറിക്കൽ ബോഡിയുടെ റേഡിയസ് ആണ്. സ്ഫെറിക്കൽ ബോഡി ഓഫ് റേഡിയസ് ആർ. ഓക്കെ, സ്ഫെറിക്കൽ ബോഡി ഓഫ് റേഡിയസ് ആർ. ഓക്കെ, ആറ് കിട്ടി. വി എന്താണ്? ഓക്കെ, വെലോസിറ്റി, മൂവ് ചെയ്യുന്ന വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി. So this is what Stokes law simply saying. Okay, easy. Yes. Okay. അടുത്ത നോക്കാനാണ് എന്താണ്? വാട്ട് ഈസ് ടെർമിനൽ വെലോസിറ്റി? 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 ഓക്കെ, സോ NCERT-യിലൊക്കെ ഇവിടെ ചെയ്തു പോയിട്ടുണ്ട് അവര്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഡെറിവേഷൻ നോക്കാം. വാട്ട് ഈസ് ടെർമിനൽ വെലോസിറ്റി? സിമ്പിൾ, നോക്കിക്കോ. ഡെറിവേഷൻ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൺസിഡർ a spherical body. Consider a spherical body. Consider a spherical body of radius r and density d falling freely under gravity. Okay, falling freely under gravity. Okay, falling freely under gravity through a fluid of density sigma and coefficient of viscosity eta. See, consider a spherical body of radius r and a density d falling freely under gravity through a fluid of density sigma and a coefficient of viscosity eta. ഇതാണ് കേസ്. When the body acquires terminal velocity. When the body acquires the terminal velocity. When the body acquires the terminal velocity v. Okay, നോക്കാം എന്താണ് ടെർമിനൽ വെലോസിറ്റി. അപ്പൊ ഇതാണ് കേസ്. ഓക്കെ, സോ ഈ സ്ഫെറിക്കൽ ബോഡി അതുപോലെ ആക്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസ് ആരൊക്കെ ആയിരിക്കും? സ്ഫെറിക്കൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസ്. ഓക്കെ, താഴോട്ടേക്ക് ഒബ്വിയസ്ലി ആര് കാണും? താഴോട്ടേക്ക് നമ്മൾ വെയിറ്റ് കാണും. ഓക്കെ, താഴോട്ടേക്ക് വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഇത് ടെർമിനൽ വെലോസിറ്റി വിയിലാണ് പോയി വന്നുകൊണ്ടിരിക്കുന്നത്. സോ മുകളിലോട്ട് ആരൊക്കെ കാണും? യെസ്, അപ്ത്രസ്റ്റും കാണും. പിന്നെയോ നമ്മള് ഈറ്റ ആർ വി അതും കാണും. കറക്റ്റ് അല്ലേ? യെസ്. സോ
ഈ ഫോർമുല വെച്ചിട്ട് ഇങ്ങനെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് ടെർമിനൽ വെലോസിറ്റി കിട്ടുന്നു എത്ര? ഓക്കെ, ടെർമിനൽ വെലോസിറ്റി കംസ് ഔട്ട് ആസ് terminal velocity comes out as terminal velocity that is v. Terminal velocity v is equal to 2 by 9 r square d minus sigma into g by eta. Okay, this is the equation for terminal velocity. Okay, 2 by 9 r square d minus sigma into g by eta. ഓക്കെ, നമുക്കുള്ള ഓരോ ടേംസും എന്താന്ന് നോക്കാം, ഓരോ ടേംസും. ഓക്കെ, വാട്ട് ഈസ് വി ഹിയർ? വി ഹിയർ ഈസ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, ഇവിടെ വി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് വി ഡിനോട്ട്സ് ടെർമിനൽ വെലോസിറ്റി. ആർ ഈസ് റേഡിയസ് ഓഫ് സ്ഫെറിക്കൽ ബോഡി. ആർ ഈസ് റേഡിയസ് ഓഫ് സ്ഫെറിക്കൽ ബോഡി. ആർ ഈസ് റേഡിയസ് ഓഫ് സ്ഫെറിക്കൽ ബോഡി. Correct. And d is density of spherical body. D is density of spherical body. Is density of spherical body. Correct. And sigma is density of medium. Density of medium through which the spherical body falling. Density of medium ആണ് എന്ത്? sigma. ഇനി eta coefficient of viscosity of medium. Coefficient of viscosity of medium. G, everyone knows, acceleration to gravity. So terminal velocity v is equal to 2 by 9 r square d minus sigma into g by eta. D minus sigma into g by eta. Okay, നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, എൻസൈറ്റിലേക്ക് പോകാം. എൻസൈറ്റിൽ നോക്കാം നമുക്ക്. സോ സി കണ്ടോ ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, യെസ്, നമുക്കൊരു ചോദ്യം ചെയ്യാം. കറക്റ്റ്. സോ അത് ചോദ്യം സിമ്പിൾ. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ കോപ്പർ ബോൾ ഓഫ് റേഡിയസ് 2 millimeter falling through a tank of oil at 20 degrees Celsius. Okay, it's given. Terminal velocity is given. Compute the viscosity of the oil at 20 degrees Celsius. Density of oil is given. Density of copper is also given. So copper ball oil കൂടി വരികയാണ്. ടെർമിനൽ വെലോസിറ്റി ഗിവൺ ആണ്, ഡെൻസിറ്റീസ് ഒക്കെ ഗിവൺ ആണ്. നമുക്ക് സിമ്പിളി എന്ത് ചെയ്ത് സോൾവ് ചെയ്യുമോ? ഓക്കെ, സോ നോക്കാം. എന്ത് ചെയ്യണം? ഇവിടെ തന്നെ സോൾവ് ചെയ്യണം. ഓക്കെ, ഇവിടെ തന്നെ സോൾവ് ചെയ്യാണ്. സോ everything is given. Density of the copper ball is given. Density of oil is given. നമുക്ക് സിമ്പിളി എന്ത് ചെയ്യാം? ഓക്കെ, സോ നമുക്ക് ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? ടെർമിനൽ വെലോസിറ്റി v equal to 2 by 9 r square d minus sigma g by eta. കറക്റ്റ്. ഇതല്ലേ നമ്മൾ ഇക്വേഷൻ. സോ നമുക്ക് ഇതിൽ ഓരോന്നിന്റെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓരോന്നിന്റെ വാല്യൂസ് എടുത്ത് എഴുതാം. ഓക്കെ, ഈറ്റ ആണ് കാണേണ്ടത്. സോ ഈറ്റ ആണ് കാണേണ്ടത്. സോ ജസ്റ്റ് എന്ത് ചെയ്യാം? ഓക്കെ, ഈറ്റ ഈസ് ഈക്വൽ ടു ജസ്റ്റ് ഓക്കെ ഇങ്ങനെ എഴുതാം. കറക്റ്റ്. ഇനി ഇവിടെ ആർ എന്താണ്? റേഡിയസ് 2 millimeter. സോ 2 into 10⁻⁻3. ഓക്കെ, velocity, terminal velocity is given how much? Terminal velocity is given how much? With 6.5 centimeter per second. So 6.5 into 10⁻². Okay. Density of oil. Density of oil means sigma. Sigma is given 1.5 into 10⁻3. Density of copper, that is D, 8.9 into 10⁻3. Okay, ഇത്രയും കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. നമ്മളെ കയ്യിൽ എന്ത് കിട്ടി? ഓരോന്നിന്റെ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈറ്റ വിൽ ബി ഹൗ മച്ച്? സോ ഈറ്റ വിൽ ബി ഈക്വൽ ടു ഓക്കെ, നമുക്ക് കൂടുതൽ സ്പേസ് വേണ്ടി വരും. ഓക്കെ, ഈറ്റ വിൽ ബി ഈക്വൽ ടു 2 by 9 r square, that is 4 into 10⁻⁻6 d minus sigma 8.9 minus 1.5 8.9 minus 1.5 7.4. Correct. 7.4 into 10⁻3 g, that is 10 by terminal velocity 6.5 into 10⁻². ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ ആണ്. നമ്മൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന്. ഓക്കെ,
ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട്. 9.9 into 10⁻⁻1. ഓക്കെ, ഈറ്റയുടെ യൂണിറ്റ് എന്താ? പാസ്കൽ സെക്കൻഡ് ഉണ്ട്, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്. പിന്നെ ഇതെന്താണ് ഈ യൂണിറ്റ്? എം എൽ ഡയമെൻഷൻ എന്തായിരുന്നു? m(L⁻⁻1 T⁻⁻1) കിലോഗ്രാം m(m⁻⁻1 S((m⁻⁻1). Simple only, correct? m(L⁻⁻1 T⁻⁻1). Okay, yeah. So terminal velocity നമ്മൾ എന്ത് ചെയ്തു? Yeah, okay. ടെർമിനൽ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ഓക്കെ, സിമ്പിൾ. യെസ്. ഇനി നമുക്ക് വിസ്കോസിറ്റിയും കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും നമ്മൾ റിലേഷൻ പഠിക്കണം. ഓക്കെ, വാട്ട് ഈസ് റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് ഈറ്റ വേഴ്സസ് ടെമ്പറേച്ചർ? ഈറ്റ വേഴ്സസ് ടെമ്പറേച്ചർ. ഓക്കെ, തമ്മിൽ റിലേഷൻ പഠിക്കാനുണ്ട്. ഈറ്റ വേഴ്സസ് ടെമ്പറേച്ചർ, കറക്റ്റ്. വാട്ട് ഈസ് എ റിലേഷൻ? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി decreases with increase in temperature. That means coefficient of viscosity ടെമ്പറേച്ചറും എന്താണ്? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, സിമ്പിൾ. ഓക്കെ, ഇതിന്റെ റീസൺ എന്താണ്? റീസൺ വൈ? ബിക്കോസ് with increase of temperature, with increase of temperature, the cohesive force decrease with increase in temperature. The cohesive force decreases. That is why viscosity decreases with increase in temperature. Correct അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് പഠിക്കാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കി പോകണം എന്തൊക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സർഫസ് എനർജി നോക്കാം. സർഫസ് എനർജി ആൻഡ് സർഫസ് ടെൻഷൻ. ഓക്കെ, സർഫസ് എനർജി ആൻഡ് സർഫസ് ടെൻഷൻ പഠിക്കാനുണ്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് നോക്കാനുണ്ട്. ഡ്രോപ്സ് ആൻഡ് ബബിൾസ്, കാപ്പിലറി റൈസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നോക്കി പോകാം. സോ സി ഓക്കെ, നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ പറഞ്ഞല്ലോ. വാട്ട് ഈസ് റെയ്നോൾഡ്സ് നമ്പർ? ഓക്കെ, അത് നോക്കാം നമുക്ക്. വാട്ട് ഈസ് റെയ്നോൾഡ്സ് നമ്പർ? What is Reynolds number? Okay. What is Reynolds number? What is Reynolds number? Okay. What is Reynolds number? Okay. Simple. That is a number. Okay. Reynolds number is a number. Okay. Number that is number n is equal to rho v d by eta. That's the formula. Reynolds number formula rho vd by eta. Okay, rho vd by eta. Okay, so ഇവിടെ rho എന്താണ്? Rho is density. Rho density ആണ്. V എന്താണ്? Velocity. D എന്താണ്? Diameter of tube. D എന്താണ്? Diameter of tube. Eta is coefficient of viscosity. Eta is coefficient of viscosity. D is diameter of tube, and V is velocity, and rho is density. So ഈ 3 ഇക്വേഷൻ വെച്ച് ഈ 4 വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കിട്ടുന്നത്? റെയ്നോൾഡ്സ് നമ്പർ കിട്ടുന്നത്. ദാറ്റ് ഈസ് റെയ്നോൾഡ്സ് നമ്പർ n is equal to density rho, velocity v, diameter d by eta. Okay, ഇതിന്റെ അപ്ലിക്കേഷൻ എന്താണ്? റെയ്നോൾഡ്സ് നമ്പറിന്റെ അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ യെസ്, if Reynolds number is less than 1000, we can say that the flow is steady. Reynolds number less than 2000 ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? Flow is steady. Reynolds number greater than 3000 ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? Greater than 3000 ആണ് നമ്മൾ വിളിക്കുന്നു flow is turbulent. Flow is steady. Here flow is turbulent. Here നമുക്ക് വിളിക്കാം flow is turbulent. ഇനി 2000-നും റെയ്നോൾഡ്സ് നമ്പർ 2000-നും 3000-നും ഇടക്കാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? Flow is unstable.
unstable. Flow is unstable. So very important. Reynolds number n is equal to rho Vd by eta, where rho is density, V is velocity, D is diameter of the tube, eta is coefficient of viscosity. If Reynolds number is less than 2000, we can say flow is steady. If Reynolds number is greater than 3000, we can say flow is turbulent. See, ഇനി റെയ്നോൾഡ്സ് നമ്പർ 2000-നും 3000-നും ഇടക്കാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫ്ലോ ഈസ് അൺസ്റ്റേബിൾ. റെയ്നോൾഡ്സ് നമ്പർ 2000-ൽ കുറവാണെങ്കിൽ ഫ്ലോ സ്റ്റഡി. റെയ്നോൾഡ്സ് നമ്പർ 3000-നേക്കാൾ കൂടുതലാണെങ്കിൽ ഫ്ലോ ഈസ് ടർബുലന്റ്. റെയ്നോൾഡ്സ് നമ്പർ 2000-നും 3000-നും ഇടക്കാണെങ്കിൽ ഫ്ലോ ഈസ് അൺസ്റ്റേബിൾ. നോക്ക്, സിമ്പിൾ ആണ്, സിമ്പിൾ. ഓക്കെ, സോ എന്ത് ചെയ്യണം? ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.